അമേരിക്കയിൽ ചില നടപടികളൊക്കെ ഇപ്പോൾ പുരോഗമിക്കുന്നുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ ഈ ഫലസ്തീൻ അനുകൂലികളെ സെമിറ്റിക്കുകൾ എന്നാണ് വിശേഷിപ്പിച്ചത്. അതായത് ജൂതമത വിദ്വേഷം പേര് നടക്കുന്നവർ, ജൂതന്മാരെ കണ്ണെടുത്ത് കണ്ടുകൂടാ, ആ രീതിയിൽ അവരെ കൊലപ്പെടുത്തുക, അവരെ ആ രീതിയിൽ ആക്രമിക്കുക എന്ന ലക്ഷ്യത്തോടെ നടക്കുന്നവർ എന്നാണ് വിശേഷിപ്പിച്ചത്. അതുകൂടാതെ ഈ അവിടുത്തെ ഒരുപാട് യൂണിവേഴ്സിറ്റികളുണ്ട് അമേരിക്കയിൽ. ഈ യൂണിവേഴ്സിറ്റികളിൽ ഒരു നല്ലൊരു വിഭാഗം വിദേശത്ത് നിന്ന് പഠിക്കുന്ന കുട്ടികളാണ്. അതിൽ ഈ ഫലസ്തീൻ അനുകൂലികൾ കണ്ടമാനം കടന്നുകൂടി അവിടെ ഈ ഫലസ്തീൻ അനുകൂല പ്രകടനങ്ങളും മുദ്രാവാക്യങ്ങളും പല ക്യാമ്പസുകളിലുമൊക്കെ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ സ്റ്റുഡൻറ് വിസ താൽക്കാലികമായി നിർത്തിവെച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, ഇത്തരത്തിൽ കുട്ടികൾ വന്ന് പഠിക്കുന്ന യൂണിവേഴ്സിറ്റികളിൽ പലതിൻ്റെയും ഫണ്ടിങ് പോലും അമേരിക്ക നിർത്തലാക്കിയിട്ടുണ്ട്. ഈ ഫലസ്തീൻ അനുകൂലികളെ മാത്രമല്ല, ചൈനീസ് അവരെയും ഈ രീതിയിൽ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് അകറ്റുന്ന ലക്ഷ്യം വെച്ചിട്ടാണ് ആ ഒരു നടപടി. കാരണം പല യൂണിവേഴ്സിറ്റികളിലും ഇടതനുകൂല പ്രസ്താവനകളും പ്രകടനങ്ങളും അരങ്ങേറുന്നതായിട്ടും കാണുന്നുണ്ട്. അമേരിക്ക കർശനമായ ഒരു ഇതിലേക്ക് പോവുകയാണ് അല്ലേ? ഉറപ്പായിട്ടും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.